ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ ചിരട്ട വെച്ചിട്ടുള്ള ഹാങ്ങിങ് പ്ലാന്റർ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യൂ കേട്ടോ. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചിരട്ടയാണ്. അപ്പം നമ്മളൊരു തേങ്ങ ഉടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വശത്ത് ഇതുപോലെ 3 കണ്ണുള്ള ഭാഗം ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു വശത്ത് ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഈ കണ്ണുള്ള ഭാഗം സെലക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് ഡ്രെയിനേജ് ഹോൾ ഇട്ട് കൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ ചിരട്ടയുടെ മുകളിൽ കാണുന്ന ചകിരിയെല്ലാം ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. നൈഫ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ റിമൂവ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു സാൻഡ് പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുക്കാം. നമ്മൾ പെയിൻറ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ക്ലീൻ ആയിട്ട് എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് അക്രോളിക് പെയിൻറ് ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ആ ചിരട്ടയിൽ ഇതുപോലെ ഓരോ ഡിസൈനൊക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ ഞാനിവിടെ ഒരു 3-4 ചിരട്ട എടുക്കുന്നുണ്ട്. ആ ചിരട്ടയിലൊക്കെ വേറെ വേറെ കളറായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാ ചിരട്ടയും ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഇപ്പം നമ്മളിവിടെ ചിരട്ടയ്ക്ക് ഡ്രെയിനേജ് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് അത് ഒന്ന് നെയ്ഫ് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ തുളയിട്ട് കിട്ടും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം തന്നെ ചിരട്ടയുടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ചിരട്ടയ്ക്ക് 3 കണ്ണാണ് ഉണ്ടാവുക. അതിൽ ഒരു ഹോള് മാത്രം നമ്മൾ തുറന്നു കൊടുത്താൽ മതി, ബാക്കിയുള്ളതൊന്നും തുറന്നു കൊടുക്കണ്ട. ഒരുപാട് വലുപ്പത്തിൽ അങ്ങ് ആ ഹോളായി പോവും ചെയ്യരുത് കേട്ടോ. ഇപ്പം ഞാനിവിടെ 4 ചിരട്ടയിലും വേറെ വേറെ ഡിസൈനായിട്ട് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതുപോലെ ഓരോ ഡിസൈന് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഈരയാണ് കേട്ടോ. ഈര പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചൂണ്ടയിടാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യില്ലേ, അങ്ങനെയുള്ള ആ ഈരയാണ് എടുത്തിട്ടുള്ളത്. ഇതിനി നമ്മൾ ഒരു 3 ലെയറായിട്ട് എടുക്കണം. എന്നിട്ട് ഒരേ അളവിന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് കെട്ടിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ മറുവശത്തും ഇതുപോലെ നമ്മൾ ജസ്റ്റ് കെട്ടിട്ട് കൊടുക്കണം. നമുക്ക് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ചിരട്ടയുടെ 2 സൈഡിലായിട്ട് ഓരോ ഹോൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ കെട്ടി കൊടുക്കാം. അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഇപ്പം ഞാനിവിടെ ഇതുപോലെ ഹാങ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ 4 ചിരട്ടയിലും ഹാങ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ മണ്ണും കൊക്കോ പീറ്റും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മിശ്രിതം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ ഈ പ്ലാന്റ് ഒക്കെ വെച്ച് കൊടുക്കാം. ഞാനിവിടെ പർപ്പിൾ ടെർട്ടിൽ വെയിനാണ് ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ.